ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മള് പോണത് ആനമല റൂട്ടിക്കാണേ. ആനമലയിൽ പോയിട്ട് കുറച്ച് ചായയും കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റൗണ്ടിങ് പോകാണ്. ഞാനും പിള്ളേരെല്ലാരും ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് ചായയും സ്വീറ്റ്സ് ഒക്കെ കഴിക്കണം. ചായന്റെ കൂടെ സ്വീറ്റ്സ് കഴിക്കണോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എന്താ രസം ആലയ റോഡിലേക്ക് ഇങ്ങനെ കേറിയിട്ടുണ്ട്. ചിലപ്പോ ഡാമിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നോക്കാം. സൂപ്പറായിട്ടുണ്ട്. ആ വൈബ്. കണ്ടോ ഗൈസ്, കൂടാരം കണ്ടോ? റോഡ് കണ്ടോ? അതാണ് കൂടാരം പോലെ ഉണ്ട് ഗൈസ്. വണ്ടി ഓടിക്കൊണ്ട് പോവുക. എന്താ എന്താ ചെറുതെന്തോ പറയുന്നുണ്ട്. എന്താ തണല് വന്നാ മതി. നല്ല തണലാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങൾ കണ്ടു മതിയോട് ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യും. ഒരേ ചായയോ സ്വീറ്റോ കടിയോ കഴിച്ചിട്ട് തരാം. നിങ്ങളൊക്കെ വിചാരിച്ചു ഞങ്ങൾ പൊട്ടന്മാരല്ല. ആനമല എത്തി ഗൈസ്, ആനമല എത്തി. ആനമലയുടെ റോഡുകൾ നമുക്ക് അടുത്തുപോയി കാണിച്ചു ഗൈസ്. രണ്ട് വഴിയുണ്ട് ഗൈസ്. ഇന്ന് വഴിക്ക് തിരിക്കുമ്പോൾ ആളിയാറിലേക്ക്, ആളിയാർ ഡാം, ഇതൊന്ന് ടോപ്സ് നമുക്ക് ഇവിടെ നിർത്താം ഗൈസ്. കുറച്ച് അപ്പുറത്തേക്ക് ഇതൊരു വെറൈറ്റി സ്ഥലം കാണിച്ചു തരാം ഗൈസ്. ഏരിയ പുഴയ്ക്ക് ഇറങ്ങാൻ പോകാണ് ഗൈസ്. ആനമല പുഴയിൽ ഇറങ്ങാം. പുഴ അവിടെ എന്തോ ആറെന്നോ അങ്ങനെ എന്താ പറയല്ലേ. തമിഴ്നാട്ടിലെ ആറ് ആറെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അപ്പൊ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാം. ഓക്കെ, ഇതാണ് ഗൈസ് പുഴ. ഇതാണ് പുഴ. വെള്ളം കുറവാണ് ഗൈസ്. അപ്പൊ അവിടെ ഒരു ഫാൾസ് പോലെ ഉണ്ട്, കാണിച്ചു തരാം.
അവിടെ വെള്ളമില്ല. വെറുതെ പോയിട്ട് ഇപ്പോൾ വേനലായില്ലേ, അപ്പോൾ അവിടെ പോയിട്ട് കാര്യമില്ല. ശരി, അപ്പോൾ നമുക്ക് ഇന്നൊരു ദിവസം വേണമെങ്കിൽ വരാം. ഇന്നൊരു ദിവസം വരാം, വെള്ളമുള്ള സമയത്ത് വരാം. നല്ല വേനൽക്കാലമായതോ ഈ വീട്ടുകൾ ചായ സ്വീറ്റും ആക്കി. അപ്പൊ പോവാ ചായയും സ്വീറ്റും കുടിക്കാൻ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങള് ചായ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നു. ചായ കുടിക്കാൻ കേറിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കണം പറഞ്ഞു, കുടിക്കാൻ കേറി. ചായ ഓർഡർ ചെയ്തിരിക്കണം. അത് ആനമലി വന്നിട്ട് ചായ കുടിക്കണം. സ്വീറ്റ്സും ഉണ്ട് ഇവിടെ. ഏതാ സ്വീറ്റ്സ് വേണോ ബിസ്ക്കറ്റ് വേണോ? അവിടെ സ്വീറ്റ്സ് തരികയാണ് ഗൈസ്. സ്വീറ്റ്സ് തരികയാണ്, പോയി നോക്കാം. ഒരാൾക്ക് വേണ്ട പറഞ്ഞു ഗൈസ്, അപ്പോൾ 3 മേടിച്ചു. സ്വീറ്റ് ആയത് കാരണം വേണ്ട. എടുക്കട്ടെ, ഞങ്ങളിപ്പോൾ തന്നെ എന്താണ് കഴിച്ച് നോക്കാൻ പോകുന്നത്. ചായൻ്റെ ഇതും കൂടി കുടിച്ചാൽ ചായൻ്റെ ടേസ്റ്റ് അറിയില്ല. അപ്പം ഞങ്ങൾ ഇത് കഴിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ചായൻ്റെ ടേസ്റ്റ്. അങ്ങനെ അതല്ലേ ശരി, അതല്ലേ ടേസ്റ്റ് കൊടുത്തോ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, എന്തൊക്കെയുണ്ട് ഇതില്? ഈത്തപ്പഴോ? പിന്നെ ചെറിയാണോ തോന്നുന്നു? ചെറിയാണോ? ചെറിയുണ്ട്, എല്ലാം ഉണ്ട് അതില്. ഏത്തപ്പഴമുണ്ടോ? ചെറിയുണ്ട്, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് കഴിക്കുന്നത്. എനിക്ക് തരികയാണ് ഗൈസ്. എനിക്കാണെങ്കിൽ ചായക്ക് ഞാൻ സ്വീറ്റ് കഴിക്കാറില്ല. ഒന്നായില്ലേ പഴംപൊരിയാ? എങ്ങനെയുണ്ട്? എങ്ങനെ? കഴിച്ചതാരാ അവർക്ക്? പഴംപൊരി കിട്ടിയില്ല ഗൈസ്. അവിടെ പലഹാരം ഉണ്ടാക്കുന്ന ഗ്യാസിന് ഭയങ്കര ടൈറ്റല്ല തമിഴ്നാട്. അപ്പോൾ ഗ്യാസിലാണ്ട് പലഹാരം ഒന്നും ഉണ്ടാക്കുന്നില്ല പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ സ്വീറ്റ്സും ചായയും കുടിക്കാറുണ്ട്. അത് രണ്ടും ബാക്കിയാണ്. പേരെന്താണോ ചോദിക്കുന്നത്? പേരറിയോ നമുക്ക്? എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്, മിക്സ്ഡാണ്. മിക്സ് ഫ്രൂട്ട്സ് ലഡു ആണ്. ഓക്കെ, നമ്മളങ്ങനെ കേൾക്കാം. ചായ വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെന്താ കുടിക്കല്ലേ അപ്പോൾ? പിന്നെന്താ കുടിക്കുന്നേ? നല്ല ചൂടുണ്ട്, നല്ല ആറ്റിലുണ്ട്. മധുരം താഴെ കിടക്കണം. അപ്പോൾ അതാണെന്ന് പറഞ്ഞുള്ളൂ. ഒന്നാമത് സ്വീറ്റ്സാണ് കഴിച്ചിരിക്കുന്നത്. അപ്പം മധുരം അറിയില്ലല്ലോ. ചായൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ കുറച്ചെങ്കിലും മധുരം വേണം. അതുകൊണ്ട് എൻ്റെ ഇവനില്ലേ ചെറിയവൻ, അവൻ വീട്ടിൽ ചായ വെച്ചിട്ട് ഇതേപോലെ ഒരു ഡവറ സെറ്റിലൊക്കെ കൊണ്ടുവരിക. എന്താ കേട്ടാ ഇങ്ങനെ കുടിക്കണമെന്ന് അവന് ഇഷ്ടം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇപ്പം ഇങ്ങനെ കൊണ്ടുവരും. നോക്കിയിട്ട് ടേസ്റ്റ് പറയൂ. പക്ഷേ ഞങ്ങൾക്ക് അതാ ഫസ്റ്റ് നിങ്ങൾ തന്നെ ചായ കുടിക്കാം ഗൈസ്. ഒരു ചായ കുടിക്കാം. ഇതാ എൻ്റെ ചായ. കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. അടിപൊളിയാ. ഞാൻ വേഗം ചായ നന്നായിട്ടുണ്ട് പറയാത്ത ആളാണ്. അപ്പം ഞാനേ പറയും ചായ കുടി സൂപ്പർ. അപ്പം അടിക്കടി വരാം കേട്ടോ ചായ കുടിക്കാൻ. കിട്ടുമ്പോൾ ലീവ് ഇട്ടിട്ടൊന്നും ചായ കുടിക്കാൻ വരില്ല. ലീവ് ഇടാണ്ട് എപ്പോഴെങ്കിലും ഒഴിവുള്ളപ്പോൾ ഇന്ന് ഞാൻ ലീവ് ആക്കിയതാണ്. രണ്ടാം പെരുന്നാളാണ്.